വേദനാഥന് മാത്രം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു കർശന ശുശ്രൂഷയുടെ മുമ്പാകുന്നതായിരിക്കുമ്പോൾ ദൈവവചന കൽപ്പന പ്രകാരം നാം നമ്മളെ തന്നെ പരിശോധിച്ചുകൊണ്ട് വേണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ. കേവലം ഒരു പരിപാടിയുടെ ഭാഗമായിട്ട്, ഒരു ചടങ്ങായിട്ട് ഇതിൽ പങ്കെടുക്കുവാൻ ഇടയാകരുത്. അയോഗ്യമായ ഇതിൽ പങ്കെടുക്കുന്നത് ശിക്ഷാവിധിക്ക് കാരണമാകുമെന്നും ദൈവത്തിന് ഒരു മുന്നറിയിപ്പായിട്ട് നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. നമുക്കൊരു വേദഭാവം വായിക്കാം. മലാഖിയുടെ പുസ്തകം, മലാഖി പ്രവാചകൻ അവസാനം പഴയ നിയമത്തിലെ അവസാന പുസ്തകമാണ് മലാഖി. അതിൻ്റെ 2-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. സിസ്റ്റർ മൈക്ക് കൂടെ വായിക്കാവോ? മൈക്ക് സിസ്റ്റർ വായിക്കുമ്പോൾ ഒരുപാട് പുറകിലായതുകൊണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കേണ്ടതിന് നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്നത് എന്തിന്? യഹൂദ ദ്രോഹം ചെയ്തു, ഇസ്രായേലിനും യെരൂശലേമിനും മ്ലേച്ഛത സംഭവിച്ചിരിക്കുന്നു. യഹോവയ്ക്ക് ഇഷ്ടമായുള്ള അവന്റെ വിശുദ്ധ മന്ദിരത്തെ യഹൂദ അശുദ്ധമാക്കി ഒരു അന്യദേവന്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന മനുഷ്യന് യഹോവ ചോദിക്കുന്നവനെയും ഉത്തരം പറയുന്നവനെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കുന്നവനെയും യാക്കോബിന്റെ കൂടാരങ്ങളിൽ നിന്ന് ഛേദിച്ചു കളയും. രണ്ടാമത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, യഹോവ ഇനി വഴിപാട് കടാക്ഷിക്കുകയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളുകയോ ചെയ്യാതെ വണ്ണം നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും നരക്കം കൊണ്ടും മൂടിക്കളയുന്നു. എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നത് കൊണ്ട് തന്നെ. അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ. ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്തു ചെയ്തു? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ, തന്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നുവെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. അത് ചെയ്യുന്നവൻ തന്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നുവെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആലപ്പുഴയിൽ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ ബൈബിൾ സ്റ്റഡി ബാബിലോൺ ടു ജെറുസലേം എന്നുള്ള ആ പരമ്പര നടത്തിയായിരുന്നു. അതിൻ്റെ അവസാനത്തെ പുസ്തകമാണ് മലാഖി പുസ്തകം. അതവിടെ വിശദമായിട്ട് ഞങ്ങൾ 2 തവണ ആ വേദഭാഗങ്ങളിലൂടെ കടന്നുപോയതാണ്. എങ്കിലും കുറേ നാളുകൾക്ക് മുമ്പാണ്. അതുകൊണ്ട് വീണ്ടും അത് ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെന്നുള്ളത് തന്നെയാണ്. ചില കാര്യങ്ങൾ ആവർത്തിച്ച് കേൾക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ വേദഭാഗത്ത് എൻ്റെ ട്രാൻസ്ലേഷനിൽ 10-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും അവിശ്വസ്തത എന്നുള്ളൊരു വാക്കുണ്ട്. അവിടെ പഴയ ട്രാൻസ്ലേഷൻ പ്രസിസ്റ്റ് വായിച്ചതിനകത്ത് അതില്ല. ഇവിടെ പക്ഷേ 14-ാമത്തെ വാക്യത്തിലും 15-ാമത്തെ വാക്യത്തിലും അവിശ്വസ്തത എന്ന് കാണുന്നുണ്ട്. പക്ഷേ 10-ലും 11-ലും ഇല്ല. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലുണ്ട് വഞ്ചനാത്മകമായി. അപ്പൊ എന്റെ ട്രാൻസ്ലേഷനിൽ അവിശ്വസ്തത എന്ന് കാണുന്നുണ്ട്. അവിശ്വസ്തത നിങ്ങൾ എന്തിനു അവിശ്വസ്തത കാണിക്കുന്നു എന്ന് 10-ാം വാക്യത്തിൽ നിങ്ങൾ പരസ്പരം അവിശ്വസ്തത എന്തിനു കാണിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. 11-ാം വാക്യത്തിൽ യഹൂദ അവിശ്വസ്തത കാണിച്ചിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ വേദഭാഗം അത് ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ നമ്മൾ ആ ദ്രോഹം ചെയ്യാവുന്നതാണ്. പക്ഷെ ഇംഗ്ലീഷിലും അത് അവിശ്വസ്തത എന്നുള്ള വാക്കാണ്. അവിടെ ദൈവത്തോട് ഒരു ലംഘനം കാണിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തോട് വിശ്വാസത കാണിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ നമ്മൾ കാണുന്നത്. ഈ വേദഭാഗം വായിക്കുമ്പോൾ
വളരെ പിന്മാറിപ്പോയ ഇസ്രായേലിന്റെ അവസ്ഥയെ കുറിച്ച് പറയുന്നതാണ് ഈ മലാഖി പ്രവചനം എന്ന് ആകെ നമുക്ക് നോക്കിയാൽ അറിയാം. ഈ പ്രത്യേക വേദഭാഗത്ത് അവിടെ കാണുന്നത്, ഈ മലാഖി പുസ്തകത്തിലെ ഈ വേദഭാഗം നമ്മൾ വായിച്ച ഭാഗത്ത് കാണുന്നത്, ഈ വളരെ പിന്മാറിപ്പോയ ഇസ്രായേൽ ജനത്തിന് ഉണ്ടായിരുന്ന, അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന 3 അവിശ്വസ്തതകളെ കുറിച്ചാണ്. ദൈവത്തോടുള്ള അവരുടെ അവിശ്വസ്തത, 3 അവിശ്വസ്തതകളാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. 3 അവിശ്വസ്തത അവർക്ക് അവിടെ കാണാം. അത് ഈ അവിശ്വസ്തത എന്ന് പറഞ്ഞ ആ അവസാനം പറഞ്ഞ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ വേറെ 2 കാര്യങ്ങൾ 10 വാക്യത്തിനും 11 വാക്യത്തിനും 2 അവിശ്വസ്തതയെ കുറിച്ച് പറയുന്നുണ്ട്. ആ 3 അവിശ്വസ്തത ഇതൊക്കെയാണ്. ഒന്ന്, സഹോദരങ്ങളോടുള്ള അവിശ്വസ്തത. അത് നമുക്ക് 10 വാക്യത്തിൽ, നിങ്ങൾ പരസ്പരം അവിശ്വസ്തത കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നതിനകത്തുനിന്ന് അവരുടെ ഇടയിൽ തമ്മിൽ ഒരു അവിശ്വസ്തത ഉണ്ടായിരുന്നു. പിന്നെ യഹൂദ അവിശ്വസ്ത കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് ദൈവത്തോടുള്ള ഉടമ്പടിയെക്കുറിച്ചാണ്. അവിടെ ദൈവത്തോടുള്ള ഉടമ്പടിയിലുള്ള അവരുടെ അവിശ്വസ്തയെക്കുറിച്ചാണ്. പിന്നെ നമുക്ക് 14 മുതലുള്ള വാക്യത്തിൽ കാണുന്നതുള്ള അവിശ്വസ്ത ആരോടാണ്? ജീവിത പങ്കാളിയോടുള്ള അവിശ്വസ്തത. അങ്ങനെ 3 അവിശ്വസ്തതയെക്കുറിച്ച് പ്രവാചകൻ അവിടെ ആ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, അത് നമുക്കെന്താ കാര്യം? ഏതോ ആളുകൾ, ഇസ്രായേൽ ജനം, അവരെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് നമുക്കെന്നാ? അങ്ങനെയാണോ? നമ്മൾ ആരാണ്? പുതിയ നിയമ ഇസ്രായേലിന് എന്നൊരു ഡെഫിനേഷനൊക്കെ അറിയാം. പുതിയ നിയമ ഇസ്രായേൽ എന്ന് പറയുന്നതുകൊണ്ട് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് പഠിക്കേണ്ട ചില കാര്യങ്ങളോ അല്ലെങ്കിൽ ആത്മീയ പാഠങ്ങളോ അതിനകത്തുനിന്ന് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തോട് അന്ന് പ്രവാചകൻ ഗൗരവത്തോടെ എടുത്ത മുന്നറിയിപ്പ്, നിങ്ങളുടെ അവിശ്വസ്തത ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് അറിയിച്ച കാര്യങ്ങൾ ഇന്ന് പുതിയ നിയമ വിശ്വാസികളായ നമ്മളും അതിൻ്റെ ആത്മീയ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അത് എപ്രകാരം നമ്മളെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ മനസ്സിലാക്കണം. ആണോ? അതിൻ്റെ ഗൗരവമുണ്ടോ? എന്നാൽ പ്രിയമുള്ളവരെ, ഉണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ഈ പകൽക്കാലം നമ്മളെ കർത്തൃമേശ ശുശ്രൂഷയ്ക്ക് മുമ്പാകെ നമ്മളെ തന്നെ വീണ്ടും പരിശോധിച്ചുകൊണ്ട് നമുക്ക് യോഗ്യതയോടെ ഇതൊന്ന് പങ്കെടുക്കുവാനായിട്ട് ഇന്ന് നമ്മളെ തന്നെ പരിശോധിക്കുവാൻ നമുക്ക് ഈ വേദഭാഗത്തിലൂടെ കടന്നു പോകാം. ഈ 3 അവിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് എന്നുള്ളത്, പുതിയ നിയമ വിശ്വാസികളുടെ ജീവിതത്തിൽ എപ്രകാരമുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഈ ആദ്യത്തെ 2 കാര്യങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ കർത്തൃമേശ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഓർക്കുന്ന കാര്യങ്ങളാണ്. 2 കാര്യങ്ങൾ, ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള വിശ്വസ്തതയെക്കുറിച്ചുള്ള ഒരു അടയാളം കൂടെ അല്ലേ നമ്മുടെ വാസ്തവത്തിൽ കർത്തൃമേശയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടിയിട്ട് നേടിത്തന്ന രക്ഷയെ ഓർത്തുകൊണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തെ ഓർത്തുകൊണ്ട് നമ്മൾ ഈ അപ്പത്തിൽ നിന്നും പാനപാത്രത്തിൽ നിന്നും ഒരുമിച്ച് പങ്കെടുക്കുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ദൈവത്തോടും കൂട്ട സഹോദരങ്ങളോടും ഉള്ള നമ്മുടെ ഒരു ബന്ധത്തെ കൂടെ നമ്മൾ സ്ഥാപിക്കുകയും ഓർക്കുകയും സ്ഥാപിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം കൂടിയാണ് കർത്തൃമേശ ശുശ്രൂഷയിൽ നമ്മൾ അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ഒരു ഗൗരവമുണ്ട്. എന്താണ് പ്രിയമുള്ളവരെ സഹോദരങ്ങളോടുള്ള അവിശ്വസ്തത? അവരവിടെ പറയുന്നത് നമ്മളെല്ലാം ഒരു അപ്പൻ്റെ മക്കളായിരുന്നു. അവർക്ക് ഇസ്രായേൽ മക്കൾക്ക് എപ്പോഴും അവർ പറയുന്നത്, നമുക്ക് ആര് പിതാവായിട്ടുണ്ട്? എബ്രഹാം ഞങ്ങൾക്ക് പിതാവ്, എബ്രഹാമിൻ്റെ മക്കൾ എന്നുള്ള അവകാശത്തോടെ അവരെല്ലാവരും ഒരപ്പൻ്റെ മക്കൾ എന്നുള്ള ഇതുണ്ടായിരുന്നു. എന്നിട്ടും നിങ്ങൾ ഒരപ്പൻ്റെ മക്കളെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ദൈവം സൃഷ്ടാവായ ഒരു സൃഷ്ടാവ് അതും പറയുന്നുണ്ട്, നമ്മുടെ പിതാവ് ഒരു നല്ലയോ നമ്മളെ സൃഷ്ടിച്ചത്. അപ്പൊ സൃഷ്ടാവായ ദൈവവും അതുപോലെ അവരുടെ എപ്പോഴും അവകാശം, അവരെപ്പോഴും അഭിമാനിച്ചിരുന്ന എബ്രഹാം എന്നുള്ള പിതാവിന്റെ മക്കൾ എന്നുള്ള രീതിയിൽ അവരെപ്പോഴും സഹോദരങ്ങളായിട്ടാണ് പറയുന്നതെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തിനാണ് അവിശ്വസ്തത കാണിക്കുന്നത് എന്നാണ് അവരോട് ചോദിച്ചത്. പ്രവാചകൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് ഒരു വിശ്വാസമില്ലാതെ, നിങ്ങൾ പരസ്പരം ഒരു അടുപ്പമില്ലാതെ, സ്നേഹമില്ലാതെ പെരുമാറുന്നു? ഈ ചോദ്യം ഇന്ന് നമ്മളോട് ചോദിക്കാം. ദൈവാത്മാവ് ചോദിക്കുന്നു. ഒരപ്പത്തിൽ നിന്ന് കർത്തൃമേശ ശുശ്രൂഷയിൽ പങ്കെടുത്തതിന് ശേഷം നമുക്ക് പരസ്പരം വിശ്വസ്തയോടുകൂടി ആണോ, അല്ലെങ്കിൽ നമ്മൾ പരസ്പരം അവിടെ പ്രഖ്യാപിക്കുന്നത് എന്താണ്? കർത്തൃമേശ ശുശ്രൂഷയിൽ നമ്മൾ ഒരപ്പത്തിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്താണ്? ആ വാക്യം കൊരിന്ത്യർ 10 അത് തന്നെ സന്ദീപ്, ഒരപ്പത്തിന്റെ അനുഗ്രഹിക്കുന്ന പാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ, താൻ മുറുക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? 16 ആണ് വായിച്ചത്. അത് കൂടാതെ നമ്മളെ അതിന്റെ ശരീരമായി തീർന്നിരിക്കുന്നു എന്നല്ലേ, ഒരു ശരീരം പോലെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 12 കൂടെ ഒന്ന് വായിക്കാം. ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരമാവുന്നു. അത് കഴിഞ്ഞ് 13 കൂടെ.
യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മ മതി. അപ്പൊ അതിനകത്ത് ഈ രണ്ട് വേദഭാഗങ്ങൾ 10-ന്റെ 16 മുതലുള്ള വാക്യങ്ങൾ, 16-17 വാക്യവും 12-ും 13 വാക്യങ്ങളിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് അപ്പം നോക്കി നമ്മൾ പങ്കുവെച്ച് ഒരുമിച്ച് ഭക്ഷിക്കുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഏറ്റുപറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മളെല്ലാവരും. എന്നിട്ട് നമ്മളോടൊപ്പം ചോദിക്കുകയാണ് ദൈവാത്മാവ്, പ്രവാചകൻ ചോദിക്കുന്നു, നിങ്ങൾ തമ്മിൽ എന്തുകൊണ്ട് നമുക്ക് പരിശോധിക്കണം. അവിശ്വസ്തരായിട്ടാണോ, പരസ്പരം അവിശ്വസ്തരായിട്ടാണോ നമ്മൾ, അല്ലെങ്കിൽ പരസ്പരം ഒരു ശരീരം പോലെ ഒന്നാകാതെ ആണോ നമ്മൾ ഇത് പങ്കെടുക്കുന്നത്? ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഒരു അനുഭവം. നമ്മൾ ഒരുമിച്ച് കർത്തൃമേശയിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് സഭയിലെ സഹോദരന്മാരുടെയും കുറ്റം പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഓരോരുത്തരെയും കുറിച്ചും വിലയിരുത്തലാണ് വീട്ടിൽ. ചിലടത്ത് അപ്പനും അമ്മയും മക്കളും കൂടി ഇരുന്നാണെങ്കിൽ കൂടെ എല്ലാവരും കൂടി ഇരുന്ന് ഇന്ന സഹോദരി അവരിങ്ങനെ അങ്ങനെയായിരുന്നു, അന്ന് മറ്റേ പുള്ളി അവരങ്ങനെ ചെയ്തു. ഇത് ഭാര്യ ഭർത്താവും കൂടി ഇരുന്നുകൊണ്ട് സഭയിൽ മറ്റുള്ളവരുടെ ആത്മീയത നിലവാരം അളക്കുക എന്ന ജോലിയാണോ ചെയ്യുന്നത് വീട്ടിൽ പോയി? അല്ലെങ്കിൽ കുറ്റപ്പറച്ചില്ല, പരദൂഷണം പറയുകയാണോ ചെയ്യുന്നത്? എങ്കിൽ ഈ അപ്പം നുറുക്കിയതിൻ്റെ ഗൗരവം എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ അപ്പം നുറുക്കിയതിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞെന്താ? അപ്പം നുറുക്കുമ്പോൾ നമ്മൾ ഒന്നായിരിക്കുന്നു, പക്ഷെ അതിനെ അപ്പോൾ തന്നെ വീട്ടിൽ പോയി ലംഘിച്ചിരിക്കുന്നു. അപ്പോൾ അതാണ് പ്രവാചകൻ, ദൈവാത്മാവ് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യം നമ്മൾ കേൾക്കണമേ. നിങ്ങളുടെ സഹോദരനോട് എന്തുകൊണ്ട് നീ അവിശ്വസ്തത കാണിക്കുന്നു? സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം ഇവിടെ ഇരിക്കുമ്പോഴത്തെ കാര്യമല്ല, വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ. കുറ്റം പറയുന്ന ഒരു ആത്മാവ് നമുക്കുണ്ടോ? കുറ്റം പറയുന്ന ഒരു ഇതുണ്ടോ? വീട്ടിൽ ചെന്ന് സഹോദരനെ കുറ്റം വിധിക്കുവാൻ നീ ആര്? നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട ഒരു കാര്യം, സഹോദരനെ കുറ്റം വിധിക്കാൻ നീ ആര്? നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു അഭിപ്രായം പറയുന്നത്? ഒരു സഹോദരനെ കുറ്റം പറയുമ്പോൾ സഹോദരനെ കുറ്റം പറയുന്നതിന് പകരം സഹോദരന്റെ മക്കളെ ആയിരിക്കും കുറ്റം പറയുന്നത്. ഇന്ന് ആ കൊച്ചു വന്ന കണ്ടില്ലേ, വീട്ടിൽ ചെന്ന് പറയും ഭാര്യയും ഭർത്താവും കൂടെ, അതിൻ്റെ അവിടെ സ്റ്റൈലൊക്കെ ഒന്ന് കാണണ്ടായിരുന്നു, സഭ വരാവുന്ന പോലെയാണോ വന്നത്? അങ്ങനെയൊക്കെയാണോ വേണ്ടത്? ഉടനെ ഭർത്താവ് പറയും, ശരിയാ, ഞാനും തോന്നി, എനിക്കും തോന്നി. അങ്ങനെയാ, പിന്നെ എന്ത് പറയാനാ? നമ്മുടെ ഇങ്ങനെ കുറ്റം പറയുന്ന ഒരു മനോഭാവം നമുക്കുണ്ടോ? ഒരുമിച്ച് അപ്പം നോക്കുകയും വീട്ടിൽ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് മാത്രമല്ല, വേറെയും പല കുറ്റങ്ങൾ പറയാം, വേറെയും പല കാര്യങ്ങൾ പറയാം. ഇന്ന് സാജു ബ്രദർ കണ്ടിട്ട് നമ്മളെ കിട്ടും മൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്നെ മറ്റേ സഹോദരനോട് കൂടുതൽ നേരം സംസാരിച്ചത്. ഇങ്ങനെ ഓരോ പരാതികൾ പറയാം. പല പരാതികൾ പറയാം, പല കുറ്റങ്ങൾ കണ്ടുപിടിക്കാം, പല അഭിപ്രായ പ്രകടനങ്ങൾ നടത്താം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കർത്താവിൻ്റെ സ്വഭാവം എന്തായിരുന്നു? കർത്താവിൻ്റെ ദൈവഭയത്തിൻ്റെ അടയാളമായിട്ട് കർത്താവിൽ കണ്ട ഒരു കാര്യം എന്തായിരുന്നു? അവൻ കാണുന്നത് പോലെ കേൾക്കുന്നത് പോലെയും ന്യായപാലനം ചെയ്തില്ല. നമ്മളോ വീട്ടിൽ പോയി ഇങ്ങനെ വിധി പ്രസ്താവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ കർത്തൃമേശ ശുശ്രൂഷ അർത്ഥമില്ലാത്തതായി തീരും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, സഹോദരന്മാരോട് അവിശ്വസ്തത പുലർത്തുന്നുവോ എന്നുള്ളൊരു ചോദ്യം നമ്മളോട് ചോദിക്കണം. നമ്മളോട് ചോദിച്ചു വേണം ഇതിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടി ലംഘിക്കാൻ നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ഇടയാകരുതെന്നുള്ളൊരു നിശ്ചയത്തോടുകൂടി, ആ ഒരു ഭയത്തോടുകൂടി, അതായത് നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു ഉടമ്പടിയാണ് ഇതിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ ഞങ്ങൾ ഒന്നാണ് എന്ന്. ആ ഉടമ്പടിയെ ലംഘിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം നമ്മൾ വീട്ടിൽ പോയി അല്ലെങ്കിൽ പിന്നീട് ഉണ്ടാകുന്നുവെങ്കിൽ സഹോദരന്മാരുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും അവരെ കുറ്റം വിധിക്കുന്ന രീതിയിൽ പരദോഷം പറയുന്നതിനും ഒരു പ്രയാസവും ഇല്ലെങ്കിൽ, നമുക്കൊരു കുറ്റബോധവും ഇല്ലെങ്കിൽ, ഈ പങ്കെടുത്തക്കൽ ഈ പരിപാടിയൊക്കെ വെറുതെ ഒരു ചടങ്ങായി പോയിരിക്കുന്നു. അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടണം. അങ്ങനെയല്ല എന്നുള്ള ഓർത്തുകൊണ്ട് ഇതൊരു ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇതിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ ഞാൻ പ്രഖ്യാപിക്കുന്നത് ദൈവഭാഗ ഒരു ഉടമ്പടിയാണ്.
ഞാനും എൻ്റെ സഹോദരനും ഒന്നായിരിക്കുന്നു. യഹൂദനും യവനനും ഗ്രീക്കുകാരനും എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ, ധനവാനും ദരിദ്രനും പല സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരെ ദൈവത്തിന്റെ സഭയിൽ, ശരീരമാകുന്ന സഭയിൽ ഒന്നാക്കിയിരിക്കുന്നു. ഇവിടെ വേർതിരിവുകളില്ല. വേർപാടിന്റെ നടിച്ചുകൾ ഇരിച്ചു കളഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ് കർത്താവ് കാൽവറി ചെയ്തത്. അതിനെ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ഒരു ഭിന്നതയുടെ ഒരു ആത്മാവേ ഉണ്ടാകാൻ പാടില്ല, ഭിന്നതയുടെ ഒരു അംശം പോലും ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ ആവർത്തിച്ച് സഭയിൽ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും ആ ഒരു ഒരുമ, വൺനെസ്, ഐക്യം അത് ഉറപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ആദ്യത്തെ ദൈവാത്മാവിന് നമ്മളോടുള്ള ചോദ്യം ഇതാണ്: നിങ്ങൾ തമ്മിൽ വിശ്വസ്തരായിരിക്കുന്നുവോ? സഹോദരന്മാർ എപ്പോഴും വിശ്വസ്തയിലായിരിക്കുന്നുവോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പെരുമാറ്റത്തിൽ നിങ്ങൾ അവിശ്വസ്തത കാണിക്കുന്നുണ്ടോ? അവിടെ പിന്നെ മറ്റേതിനകത്ത് ദ്രോഹം എന്നുള്ള വാക്കല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുമോ അങ്ങനെ നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ലല്ലോ. പക്ഷെ അവിശ്വസ്തത എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ എന്താണ്, നമ്മൾ വിശ്വസ്തരായിരിക്കുന്നുണ്ടോ, പരസ്പരം നമ്മൾ വിശ്വസ്തരായിരിക്കുന്നുണ്ടോ എന്നുള്ളതാകുമ്പോൾ കുറച്ചുകൂടെ ഒരു വിശാലമായി, അല്ലെങ്കിൽ കുറച്ചുകൂടെ അതിനെ ആഴത്തിൽ നമുക്ക് ഗൗരവമുള്ളതായി ചിന്തിക്കാൻ കഴിയും. ഗൗരവമായിട്ട് നമുക്ക് അതിനെ എടുക്കാം. നമ്മൾ വീട്ടിൽ പോയി കുറ്റം ഞാൻ ഒരു വേദഭാഗം കാണിച്ചില്ലെങ്കിൽ അത് അതിൻ്റെ നമ്മൾ വീട്ടിൽ പോയി പറയുമ്പോഴത്തേക്ക് കുറ്റം പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതൊന്നും ദൈവത്തിൻ്റെ മുമ്പാകെ ഇതൊക്കെ സ്വാഭാവികം നോർമലാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതൊരു സാധാരണ ഉള്ള കാര്യമാണ്. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, സങ്കീർത്തനം 50-ാം സങ്കീർത്തനം അതിൻ്റെ 20 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാം. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, മകനെ കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ചു, നിന്റെ കണ്ണിൻ മുമ്പിൽ അവയെ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളേ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയും. മതി. എന്താണ്? നിന്റെ സഹോദരനെതിരെ നീ സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെതിരെ ദൂഷണം പറയുന്നു. ഇവയെല്ലാം നീ ചെയ്തു, ഞാൻ മിണ്ടാതിരുന്ന് ഞാൻ നിന്നെ പോലെയുള്ളവരെന്ന് നിരൂപിച്ചു. ഞാൻ നിന്നെ പോലെയുള്ളവരെന്ന് നിരൂപിച്ചു. അത് എങ്ങനെയാ ഇംഗ്ലീഷില് എന്ന് പറഞ്ഞാൽ ഞാനും വിചാരിച്ചു ഇത് കുഴപ്പം, ഇതൊക്കെ നീ ഇതൊന്നും അറിയുന്നില്ല, ഇതൊന്നും സാരമില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനല്ല. ഞാൻ നിന്നെ ശാസിക്കും, നിന്റെ മുമ്പിൽ നിന്ന് അവൻ ന്യായവിധി ദിവസത്തിൽ ഇതെല്ലാം നീ കുറ്റം പറഞ്ഞതല്ല ഞാൻ നിന്റെ മുമ്പിൽ നിരത്തി വയ്ക്കും. അന്ന് നീ അതിന് ഉത്തരം പറയേണ്ടി വരും. ഗൗരവത്തോടെ കാണണം പ്രിയമുള്ളവരെ, ഗൗരവത്തോടെ കാണണം. വീട്ടിൽ നിന്ന് സഹോദരങ്ങളെ കുറ്റം പറയുമ്പോൾ ദൈവം അത് കേൾക്കുന്നു എന്നുള്ളത് ഓർക്കുക. അതിൻ്റെ ന്യായവിധി ദിവസത്തിൽ അതിന് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ളതും തിരിച്ചറിയുക. നമുക്ക് നമ്മളെ തന്നെ സത്യസന്ധമായിട്ട് പരിശോധിച്ച് ഗൗരവമായിട്ട് പരിശോധിച്ചുകൊണ്ട് വേണം നമ്മൾ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ടാകുകയില്ല. എൻ്റെ സഹോദരന്മാരോട് എൻ്റെ കൂട്ടു സഹോദരങ്ങളോട് ഞാൻ എപ്പോഴും വിശ്വസ്തനായിരിക്കും. അവരെക്കുറിച്ച് ഞാൻ ഒരിക്കലും വേറെ ഒരുപാട് ധാരാളം വാക്യങ്ങളുണ്ട് സഹോദരന്മാരോട്. നമുക്ക് അതിൻ്റെ സമയമില്ലാത്തതുകൊണ്ട് സഹോദരന്മാരോടുള്ള എൻ്റെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് അവരെ ഞാൻ എന്നേക്കാൾ ശ്രേഷ്ഠനെന്നും അവർക്ക് എന്ത് ബലഹീനതയുണ്ടെങ്കിൽ അവരെ താങ്ങുന്നൊരു മനോഭാവത്തിലായിരിക്കും ഞാൻ. ഇതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ ഉറപ്പാക്കിക്കൊണ്ട് വേണം ഇതിൽ നിന്ന് പങ്കെടുക്കുവാൻ. നമ്മൾ ഒന്നായിരിക്കുന്നു എന്നുള്ളത് വീണ്ടും ഉറപ്പാക്കിക്കൊണ്ട് വേണം ഇതിൽ നിന്ന് പങ്കെടുക്കാൻ. ഈ കാര്യം നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നതാണ്, എങ്കിലും വീണ്ടും പറയേണ്ടി വരാൻ ദൈവാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൽ നമ്മൾ ഇനിയും വളരേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആ ഐക്യതയിൽ, നമ്മൾ ഒന്നായിരിക്കുന്നതിൽ, പരസ്പരമുള്ള ഇഴുകിച്ചേരലിൽ, പരസ്പരം കുറ്റപ്പെടുത്താതെ ഇഴുകിച്ചേരുന്നതിൽ, പരസ്പരം ബലഹീനതയെ താങ്ങിക്കൊണ്ട് ഇഴുകിച്ചേരുന്നതിൽ നമ്മൾ ഇനിയും വളരേണ്ടിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ദൈവാത്മാവ് വീണ്ടും നമ്മളെ അത് കേൾപ്പിക്കുന്നത്. നമുക്ക് ഗൗരവത്തോടെ അത് ഏറ്റെടുക്കാം. രണ്ടാമത് പറയുന്ന അവിശ്വസ്തത ആരോടാണ്? ദൈവത്തോടുള്ള അവിശ്വസ്തത. അവിടെ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചോളം അവര് ഈ നമുക്ക് ഈ ചരിത്രം പറയുമ്പോൾ മലാക്കിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഇസ്രായേൽ ജനത്തിന്റെ വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് അവരെത്തി. നെഹമ്യാവിന്റെ കാലത്ത് അവരൊന്ന് മടങ്ങി വന്നവരാണ്. ഒരു പിന്മാറ്റത്തിൽ പോയി അവർ ബാബിലോണിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് തിരിച്ചു വന്ന് നെഹമ്യാവിന്റെ കാലഘട്ടത്തിൽ അവർ എല്ലാ കൽപ്പനകളെ അനുസരിക്കാൻ തീരുമാനമെടുത്ത് മുഴുവൻ കൽപ്പനകളും എഴുതി വെച്ച് ഞങ്ങൾ കരാർ എഴുതി ഒരിക്കൽ കൂടെ ഞങ്ങൾ ഇതെല്ലാം അനുസരിക്കുമെന്ന് പറഞ്ഞ് എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കൽപ്പനകളെ അനുസരിക്കാൻ തീരുമാനിച്ചവരായിരുന്നു. അതിനുശേഷമാണ് ഈ പിന്മാറ്റത്തിൽ അവരെക്കുറിച്ച് പറയുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ പുറമെ എല്ലാം ആചരിക്കുമായിരുന്നു. പക്ഷേ അവർക്ക് ദൈവത്തോട് വേണ്ട റെസ്പെക്റ്റ് ഇല്ല, ബഹുമാനമില്ല.
അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ അതിലേക്ക് പോകണ്ട. അവിടെ പറയുന്നുണ്ട് അവർ യാഗം കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട്. പെരുന്നാൾ ആചരിക്കുന്നുണ്ടോ? ആചരിക്കുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഒരു ചെലവില്ലാത്ത കൊള്ളുകയില്ലാത്ത ആടിനെയും വേണ്ടാത്ത ഉപയോഗമില്ലാത്ത ഭക്ഷ്യവസ്തുക്കളും അതെല്ലാം കൊണ്ടുവന്ന് യാഗം കഴിക്കുന്നു. അവിടെ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് അവർക്ക് ഒരു ദൈവഭയമില്ലായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബഹുമാനമില്ലായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു അത്. ആ കാലഘട്ടത്തെക്കുറിച്ചാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ അവരോട് വീണ്ടും പറയുന്നത് നിങ്ങളുടെ അവിശ്വസം. അതുകൊണ്ട് അവരോട് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കൽപ്പനയായിരുന്നു അവർക്ക് കൊടുത്തിരുന്നത്. നിങ്ങൾ ഒരിക്കലും വിജാതീയരുമായിട്ട് ബന്ധപ്പെടരുത്, അവരുമായിട്ട് കലരരുത് എന്നുള്ളത് കർശനമായ കൽപ്പനയായിരുന്നു. പക്ഷെ അവരത് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരത് വളരെ നിസ്സാരമായി കണ്ടിട്ട് അവിടെ വിജാതീയ സ്ത്രീകളെ അവരവരുടെ സൗന്ദര്യം കണ്ടിട്ടായിരിക്കണം, വിജാതീയ സ്ത്രീകളുടെ സൗന്ദര്യം കണ്ട് ആകർഷിച്ച് അവരുടെ കണ്ണിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പോയി അവർ അങ്ങനെയുള്ള സ്ത്രീകളെ അവർ വിവാഹം കഴിച്ചു. അങ്ങനെ അവരുടെ ജീവനുള്ള ദൈവത്തെ, അവരുടെ ദൈവമായ യഹോവയെ നിന്ദിച്ചു, നിസ്സാരമാക്കി. അല്ലെങ്കിൽ അവിടെ പറയുന്ന തന്നെ വിശുദ്ധ മന്ദിരത്തെ അവർ അശുദ്ധമാക്കി, ദൈവത്തോട് അവർ അവിശ്വസ്തത കാണിച്ചു. ഇത് പുതിയ നിയമത്തിൽ വിശ്വാസികളെ നമ്മൾക്ക് എങ്ങനെയാണ് ഇത് ബാധകമാകുന്നത്? ഇതെങ്ങനെയാണ് പുതിയ നിയമ വിശ്വാസികളെ നമ്മളെ സംബന്ധിച്ചോളം ദൈവത്തോടുള്ള അവിശ്വസ്തത എന്നൊരു കാര്യമുണ്ടോ? ദൈവത്തോടുള്ള വിശ്വസ്തത പുതിയ നിയമ വിശ്വാസികളെ നമ്മളെ സംബന്ധിച്ചോളം നമ്മളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് പറയുന്ന ഒരു ഫ്രേസ് എന്താണ്? നമ്മളെക്കുറിച്ച് പറയുന്ന ഒരു പേരെന്താണ്? സന്ദീപ് ഇന്ന് പ്രാർത്ഥനയിൽ അത് 2-3 പ്രാവശ്യം പറയുകയും ചെയ്തത്. എന്താണ്? കാന്ത. അപ്പൊ ആ കാന്ത എന്നുള്ള ഇത് നിൽക്കുമ്പോൾ അവിടെ അവിശ്വസ്തതയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ? പ്രാധാന്യമുണ്ടോ? വിശ്വസ്തത കാന്തയ്ക്ക്. ആരാണ് കാന്ത എന്ന് പറയുമ്പോൾ? കർത്താവിന്റെ വരവിൽ നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചോളം നമ്മുടെ വിശ്വാസമായിട്ട് പറയുന്നത് എന്താണ്? കർത്താവിന്റെ വരവിൽ അവനോടുകൂടെ ചേരുവാൻ പോകുന്ന അവന്റെ മണവാട്ടിയായ കാന്തയായ സഭ, പുതിയ നിയമസഭയെ കുറിച്ച് അങ്ങനെയല്ലേ പറയുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തെ നമ്മുടെ ബന്ധം അങ്ങനെയല്ലേ? എന്താണ് കൊരിന്ത്യലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? എന്താണ് നമ്മളെ വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ ഒരു പൊസിഷൻ അങ്ങനെയാണ് പറയുന്നത്. എന്താണ്? ഏകപുരുഷന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന നിർമ്മല കന്യക. ഏകപുരുഷന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന നിർമ്മല കന്യക. അങ്ങനെയാണ് ആരെക്കുറിച്ച് പറയുന്നത്? വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെക്കുറിച്ച്, സഭയെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ വിശ്വസ്തതയ്ക്ക് ഒരു പ്രാധാന്യമുണ്ടോ? ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക്. വിവാഹ നിശ്ചയം ചെയ്ത പെൺകുട്ടിക്ക് എങ്ങനെയാണ് നടക്കാവോ? നമ്മൾ പലപ്പോഴും അത് പറയുന്നുണ്ട്. പല സന്ദർഭത്തിൽ ഈ കാര്യം ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. ഈ കാര്യം വിവാഹ നിശ്ചയത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. വിവാഹ നിശ്ചയം ചെയ്ത പെൺകുട്ടിക്ക് എങ്ങനെയാണ് നമ്മുടെ ലോകത്തിന്റെ രീതിയിൽ? അങ്ങനെയൊന്നുമില്ല, നോക്കാൻ പാടില്ലെന്നല്ല. അങ്ങനെ പറഞ്ഞ മേഘ വിവാഹ നിശ്ചയം കഴിയാൻ പോവുകയാണ്. മേഘയുടെ ഡിവോഷൻ ബ്രദർ പറഞ്ഞ പോലെ നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ അങ്ങനെ അടച്ചുപൂട്ടിയ ഒരു സ്ഥലത്ത് തന്നെ നോക്കുക എന്നുള്ളതല്ല. നമ്മൾ പറയുന്ന അർത്ഥം മനസ്സിലാക്കി. ചുമ്മാ എങ്ങനെയാണ് സന്ദീപ് അതിനെ കുറച്ച് എന്താണ്? വിവാഹ നിശ്ചയം ചെയ്ത് കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് അവളുടെ മനസ്സിൽ അവളുടെ ചിന്തയും വിചാരവും, മേഘയുടെ മുഖത്ത് നോക്കി പറയുന്ന അവൾ അതിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ്. മേഘ ഏതാണ്ട് ഓൾമോസ്റ്റ് വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയാണ്. അപ്പോൾ ആ ഒരു ഡിവോഷൻ ഉണ്ടോ? മേഘ ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന പെൺകുട്ടിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരം എങ്ങനെയാണ്? അറിയാം എല്ലാവർക്കും. അവൾക്ക് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്, കർത്താവ് അവന്റെ കല്യാണ ദിവസത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്ന, കാത്തിരിക്കുന്ന, അവളുടെ മണവാളന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന, ഹൃദയത്തിൽ ആഗ്രഹത്തോടെ വളരെ ഉത്സാഹത്തോടെ നോക്കിയിരിക്കുന്ന ഒരു അനുഭവം. അത് വിവാഹ നിശ്ചയം കഴിഞ്ഞവർക്കെല്ലാം അറിയാവുന്നത്. ആ ഒരു ആ ഒരു മനോഭാവമായിരിക്കണം ആർക്കുണ്ടാകേണ്ടത്? ദൈവജനത്തിന് ഉണ്ടാകേണ്ടതെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. പക്ഷെ അതിൽ നിന്നൊന്നും മാറി, അത് നമ്മൾ ലോകത്തിന്റെ രീതികൾ അങ്ങനെ വിവാഹ നിശ്ചയം ചെയ്തൊരു കഴിഞ്ഞ ഒരു പെൺകുട്ടി 1 വർഷം കഴിഞ്ഞേ ഉള്ളൂ കല്യാണമെങ്കിൽ, അവളുടെ ഇഷ്ടത്തിന് എങ്ങനെയൊക്കെ കറങ്ങി നടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒന്നും പറയത്തില്ലേ? ഒന്നും തോന്നത്തില്ലേ? അത് ശരിയാ? അങ്ങനെ ശരിയല്ലെന്ന് തോന്നുമോ? അപ്പം നമുക്ക് ദൈവഭക്തിയോടുള്ള ബന്ധത്തിൽ അത് തോന്നത്തെ എന്താ?
ദൈവഭക്തിയോടുള്ള ബന്ധം, അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്ന കർത്താവിന്റെ വരവിനായിട്ടാണെന്ന് പറയും, മനവാളനാണെന്ന് പറയുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ പല കാര്യങ്ങളിൽ വ്യത്യസ്തരായി പോകും. നമ്മുടെ പല കാര്യങ്ങളിൽ നമ്മുടെ ഈ ഏകാഗ്രത വിട്ട് നമ്മൾ പല കാര്യങ്ങളിൽ വ്യാപരിച്ച് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു വിഷമവും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളിത് വിശ്വസിക്കുന്നില്ലെന്നാണോ? അല്ലെങ്കിൽ കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്നില്ലാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ ഈ വചനം വിശ്വസിക്കുന്നില്ലെന്നുള്ളതാണ്? ഏതാണ്? അല്ലെങ്കിൽ നമ്മൾ മണവാട്ടിയാണെന്ന് വിശ്വസിക്കാത്തതുകൊണ്ടാണോ? കർത്താവ് വരും, കർത്താവ് മണവാട്ടി എടുത്തോളൂ, ഞാൻ അതിനകത്തൊന്നും വരത്തില്ലെന്നാണോ? അങ്ങനെ വിചാരിക്കുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പറയുന്നത് എന്താണ്? നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? ഞാൻ ദൈവസഭയുടെ ഭാഗമായിരിക്കുന്നതുകൊണ്ട് കർത്താവിന്റെ മണവാട്ടിയാണ്, കർത്താവിന്റെ കാന്തയാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതും ഏറ്റുപറയുന്നതും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഗൗരവം ഉണ്ടാകണം. ആ ഏകപുരുഷനോടുള്ള, വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഏകപുരുഷനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെടുന്നത് നമ്മളെ വളരെ ഭാരപ്പെടുത്തണം. ആ ഏകപുരുഷനോടുള്ള ഡിവോഷൻ എന്താ? സമർപ്പണം അല്ലേ? ഭക്തി, സമർപ്പണം അല്ലെങ്കിൽ ആ ഏകാഗ്രതയോടുകൂടിയുള്ള ആ ഒരു സമർപ്പണത്തോടുകൂടിയുള്ള ഭക്തി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അതിൽ എന്തെങ്കിലും ഒരു നഷ്ടപ്പെടുന്ന പോട്ടെ, ഒരല്പം കുറവ് സംഭവിച്ചാൽ, നമ്മുടെ ആ ഏകാഗ്രതയിൽ ഒരു ചെറിയ ഡീവിയേഷൻ, കുറെ മാറ്റം സംഭവിച്ചാൽ അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടണം, അതിനെക്കുറിച്ച് ഓർത്തൊരു ദുഃഖം ഉണ്ടാകണം. അതുണ്ടാകുന്നില്ലെങ്കിൽ നമ്മളിത് വിശ്വസിക്കുന്നില്ല, ദൈവത്തോടുള്ള അവിശ്വസ്തതയെ നമ്മൾ ഗൗരവമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. യാക്കോബിന്റെ ലേഖനത്തില് ലോകസ്നേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട്, ആ ലോകസ്നേഹത്തെ സ്നേഹിക്കുന്നവരെ എന്ന് പറയുന്നതിന് മുമ്പേ എന്താ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? വ്യഭിചാരിണികളാണ് വിളിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്? അവിടെ എന്താ ദൈവത്തോടുള്ള സ്നേഹം വിട്ടിട്ട് ലോകത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പോസ്തലൻ യാക്കോബ് അവിടെ ആ ലേഖനത്തിൽ എഴുതുമ്പോൾ വളരെ കഠിനമായ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ്? വ്യഭിചാരിണികളെ. ആ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ആ ഒരു ഡിവോഷനിൽ ഒരു അല്പം മാറ്റം വന്നാൽ, കർത്താവിനോടുള്ള ഏകപുരുഷനായ നമ്മുടെ മണവാളനായ, ആത്മമണവാളനായ കർത്താവിനോടുള്ള ആ ഡിവോഷനിൽ ഒരു മാറ്റം വന്നാൽ, ഏകാഗ്രതയ്ക്ക്, സമർപ്പണത്തിന്, ഭക്തിക്ക് ഒരല്പം കുറവ് വന്നാൽ നമ്മൾ ഏത് നിലവാരത്തിലേക്കാണ് താഴുന്നത്? ഇവിടെ അപ്പോസ്തലൻ പറയുന്നതാണല്ലേ, വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നതാണ് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർ പറയുന്നത്. വഷളായി പോകുമെന്നാണ്. എപ്പോഴാണ് പറഞ്ഞത്? പാപം ചെയ്യുന്നതിനെ കുറിച്ച് അല്ല പറഞ്ഞിരിക്കുന്നത്. വഷളായി പോകുമെന്ന് പറഞ്ഞ അവസ്ഥ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ആ വാക്യം ഒന്ന് വായിക്കണം എല്ലാവരും. 2 കൊരിന്ത്യർ 11:2-3 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 11:2-3 വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ വരുന്നത്. ഞാൻ നിങ്ങളെ ദൈവത്തിന്റെ എരിവോടെ ഇരിക്കുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വിട്ടുപോയ നിർമ്മലതയും ഏകാഗ്രതയും ഒന്ന് വിട്ടുപോയാൽ വഷളായി പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ജീവിതത്തിന്റെ ഒന്നാമതും രണ്ടാമതും അല്ലെങ്കിൽ ഏകം ലക്ഷ്യവും നമ്മുടെ പ്രാധാന്യവും ഒന്നിന് മാത്രമായിരിക്കും. നമ്മുടെ ജീവിതം ബാക്കിയെല്ലാം അതിന്റെ പുറകിൽ, അതിനോടുകൂടി ചേർന്ന് വരുന്നതും അതിന് പിന്തുടരുന്നതുമായിരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സമർപ്പണത്തിലും ഏകാഗ്രതയിലും ഭക്തിയിലും കേന്ദ്രീകരിച്ചതായിരിക്കണം. അല്ലാതെ അതിൽ കുറഞ്ഞ, അല്ലെങ്കിൽ അതിൽ നിന്നൊരു അല്പം പോലും മാറിയ ഒരു ജീവിതം നമുക്കില്ല. അതിനെ തടയുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്. ദൈവത്തോടുള്ള ഈ ഡിവോഷൻ മാറിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഗൗരവമാണെന്നുള്ള വേറൊരു വാക്യം കൂടെ ഉണ്ട്. വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ സഭകളെ കുറിച്ച് പറയുന്നത് നമുക്ക് എനിക്ക് പലപ്പോഴും ഒരു സിമ്പതി തോന്നിയിട്ടുണ്ട് ഈ എഫെസ്യ സഭയോട്. എന്തും നല്ല സഭയാണ്, നല്ല സഭയാണ്. അവരെ കുറിച്ച് പറയാൻ ഒരു കുഴപ്പമില്ല, സത്യത്തിൽ ഒരു കുഴപ്പമില്ല. എന്നിട്ട് അവിടെ പറഞ്ഞിരുന്നു ഒരു കാര്യം പറഞ്ഞു, ചെറിയ കാര്യം. എന്താ? നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുപോയി. അതിട്ട് പറയാ, നീ അതിൽ നിന്ന് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നീക്കിക്കളയോ. അയ്യോ, മറ്റുള്ളവരോടും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. വലിയ കുഴപ്പം ചെയ്തവരോടും അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഈ ചെറിയ തെറ്റ് ചെയ്ത എഫെസ്യ സഭയോടും പറയുന്നത് നിന്നെ ഞാൻ നീക്കിക്കളയും. അപ്പോൾ നമ്മൾ ഓർത്ത് നോക്കിയാൽ എത്ര ഗൗരവമുള്ളൊരു കാര്യമാണ് ഈ ഒരു ഏകാഗ്രതയൊന്ന് വിട്ടു കഴിഞ്ഞാൽ. ആദ്യ സ്നേഹത്തിൽ നിന്നൊരല്പം മാറിയത് കൊണ്ട് എഫെസ്യ സഭയോട് പറഞ്ഞിരിക്കുന്നു, നിനക്ക് ശിക്ഷാവിധി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിനക്ക് ആ ശിക്ഷാവിധി ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നു. ന്യായവിധിയിൽ നീ തള്ളപ്പെട്ടു പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവർ, എത്ര ഗൗരവത്തോടെ നമ്മൾ അതിനെ കാണണം.
ദൈവത്തോടുള്ള അവിശ്വസ്തതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള ആ സ്നേഹത്തെയാണ് ഓർക്കേണ്ടത്. ഡിവോഷൻ, ആ ദൈവത്തോടുള്ള നമ്മളുടെ ആ സമർപ്പണം, ദൈവത്തോടുള്ള സ്നേഹമല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്നേഹം കടന്നു വരുന്നുണ്ടോ എന്നുള്ളത്. കടന്നു വരാവുന്ന സ്നേഹങ്ങളുണ്ട്. നമ്മുടെ സ്വയസ്നേഹം, നമ്മുടെ പണസ്നേഹം, ലോകസ്നേഹം, ഇതെല്ലാം ദൈവത്തോടുള്ള സ്നേഹത്തെ തടയുന്നതാണെന്ന് നമുക്കറിയാം. പക്ഷെ അതിൻ്റെയൊക്കെ ചെറിയൊരു അംശം വന്നുമ്പോൾ തന്നെ നമ്മൾ വഷളായി പോവും, ശിക്ഷാവിധിക്ക് യോഗ്യരാകും, ദൈവത്തിൽ നിന്ന് തള്ളപ്പെട്ടു പോവും എന്ന ഗൗരവം നമുക്ക് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പാൽക്കാലം പരിശോധിക്കുന്നത്. ദൈവത്തോടുള്ള വിശ്വസ്തത എന്നുള്ള അവിശ്വസ്തതയെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ, നിങ്ങൾ ദൈവത്തോട് അവിശ്വസ്തരായിരുന്നു എന്ന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ കാര്യം ഇന്ന് പുതിയ നിയമത്തിൻ്റെ ആത്മാവിൽ, അല്ലെങ്കിൽ പുതിയ നിയമസഭയോട് നമ്മൾ ദൈവാത്മാവിൽ കേൾക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തരാണോ എന്നുള്ളൊരു ചോദ്യമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പരിശോധിക്കേണ്ടതാണ് നമ്മുടെ ആ ഡിവോഷൻ. എവിടെയെങ്കിലും ഒരു കുറവ് നമ്മുടെ സ്വയസ്നേഹത്താലോ ലോകസ്നേഹത്താലോ അതിനൊരൽപ്പം മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള വസ്തുക്കളോടുള്ള സ്നേഹത്താലോ നമ്മൾ ദൈവത്തോടുള്ള ആ ഒരു സമർപ്പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അത് ഒരു ചെറിയ അളവിലെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ. ഞാൻ പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും ഏറ്റു പറയേണ്ട ഒരു കാര്യം, നമുക്കിതാണ്, ഇത് മാത്രമാണ്, ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം. ഏത്? കർത്താവിനോടുള്ള ബന്ധം. എൻ്റെ മണവാളനായ കർത്താവിന് വേണ്ടി ഞാൻ നോക്കിയിരിക്കുന്നു, അവന് വേണ്ടിയിട്ട് ഞാൻ ഓരോ ദിവസവും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതും നമ്മൾ കർത്തൃമേശ ശുശ്രൂഷയിൽ ഓർക്കുന്ന ഒരു കാര്യമാണ്. കാൽവറിയിൽ കർത്താവ് നമുക്ക് നേടിത്തന്ന ഒരു അനുഭവമാണിത്. കർത്താവിൻ്റെ മണവാട്ടിയായിരിക്കുന്നു എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ശുദ്ധവും നിഷ്കളങ്കവുമായ മണവാട്ടി എന്നുള്ള അവസ്ഥ, നമ്മളെ ശുദ്ധീകരിച്ചത് കർത്താവിൻ്റെ കാൽവറിയിലെ രക്തമാണ്. കാൽവറിയിലെ ആ പ്രവൃത്തിയാണ് നമ്മളെ പൂർണ്ണ വിശുദ്ധരാക്കിയത്. അങ്ങനെയല്ലേ വചനം പറയുന്നത്. പല വാക്യങ്ങളുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ ഒരു വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അല്ലേ? അനിന്യരായി നമ്മൾ നിർത്തിയ കാൽവറി, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ ഇപ്പോൾ 21 മുതൽ വായിക്കാം. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. അപ്പൊ അത് നമ്മൾ ഇന്ന് കർത്തൃമേശയിൽ ഓർക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ഈ കർത്തൃമേശയിൽ കർത്താവിന്റെ മരണത്തെ ഓർക്കുമ്പോൾ, ഈ കർത്താവിന്റെ മരണം വഴിയെ നമുക്ക് കിട്ടിയ ഒരു അവസ്ഥയാണ് എന്താണ്? ഒരു കുറവും ഒരു കളങ്കവും ഇല്ലാതെ ശുദ്ധ നിഷ്കളങ്കരുമായി, അല്ലെങ്കിൽ അനന്യരായി, വിശുദ്ധരും നിഷ്കളങ്കരും അനന്യരുമായി കർത്താവിന്റെ മുമ്പിൽ നിർത്താൻ വേണ്ടി നമ്മളെ ആരായിട്ട്, മണവാട്ടിയായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് കർത്താവ് ചെയ്ത ഒരു പ്രവൃത്തിയായിട്ട് കൂടിയാണ് നമ്മൾ ഇതിനെ ഓർക്കുന്നതെന്ന് അറിയണം. അപ്പോൾ ഈ ശുശ്രൂഷയ്ക്കും അതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ പ്രഖ്യാപിക്കുന്ന മറ്റൊരു കാര്യം അതാണ്, ഞാൻ എൻ്റെ ദൈവത്തോടുള്ള ആ ഒരു ബന്ധം ഉറപ്പിക്കുന്നു. ഇത് പങ്കെടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ തോന്നിവാസം ജീവിച്ചാൽ വീണ്ടും അവിടെ ഉടമ്പടിയുടെ ലംഘനം, അല്ലെങ്കിൽ അവിശ്വസ്തത, നമ്മൾ ദൈവത്തോടുള്ള അവിശ്വസ്തതയാണ് കാണിക്കുന്നത്. നമുക്കത് ഉണ്ടാകരുത്. ആ കാര്യം കൂടെ നമ്മൾ ഉറപ്പാക്കണം. ആ കാര്യം കൂടെ നമ്മൾ ദൈവസന്നിധിയിലേറ്റ് പറയണം. ഏകപുരുഷന് വിവാഹ നിശ്ചയം ചെയ്ത കന്യകയാണ് ഞാൻ എന്നുള്ള, നമ്മൾ ഓരോരുത്തരും എന്നുള്ള ദൈവസഭ അങ്ങനെയാണെന്നുള്ള ചിന്ത, ആ ബോധത്തോടെ അത് ഉറപ്പാക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ഈ ശുശ്രൂഷ എന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് പങ്കെടുക്കാം. മൂന്നാമത്തെ കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അവിടെ അത് നമ്മൾ സാധാരണ വിവാഹ ശുശ്രൂഷയിലൊക്കെ ഏറ്റുപറയുന്ന ഉടമ്പടിയാണ്. അവിടെ ഉടമ്പടിയുണ്ട്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നത്. ഉടമ്പടിയുടെ ഭാര്യ എന്ന് പറയുന്നത്, നമ്മൾ വിശ്വാസികളുടെ ഇടയിൽ ഒരു ഉടമ്പടി വാചകം ചൊല്ലിയാണ് ഭാര്യ ഭർത്താക്കന്മാരാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഉടമ്പടിയുടെ ഭാര്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ വലിയ ഗൗരവത്തോടെ കാണുന്നില്ല. ജീവിത പങ്കാളിയോട് വിശ്വസ്തരല്ല എങ്കിൽ ഉണ്ടാകുന്ന ദോഷം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വായിച്ചാൽ മനസ്സിലായോ ആർക്കെങ്കിലും? ജീവിത പങ്കാളിയോട് അവിശ്വസ്തരായിരുന്നാൽ ഒരു കുഴപ്പവും ഇല്ലെന്ന് ആരും വിചാരിക്കരുത്. അവിടെ വലിയൊരു കുഴപ്പമുണ്ട്. 13-14 വായിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. അതെന്താണെന്ന് മനസ്സിലായോ ആർക്കെങ്കിലും? അതല്ല, അതിന് മുമ്പ്, അതിന് രണ്ടാമതാ. അതിന് മുമ്പേ ഞാൻ ചോദിച്ചാൽ എല്ലാവരും ഒന്ന് ഉണരാൻ വേണ്ടിയിട്ട് അതിന് ചോദ്യം ചോദിച്ചത്. ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ, മയങ്ങിപ്പോയെങ്കിൽ. 13-ാം വാക്യത്തിൽ അതുണ്ട്. എന്താണ്?
വഴിപാട് കടാക്ഷിക്കുകയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് ഉം. കൈക്കൊള്ളുകയോ ചെയ്യാതെ വണ്ണം നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയുന്നു. അതിനകത്തുനിന്ന് എന്താ മനസ്സിലായെന്നറിയാവോ? ആ വാക്യം വായിച്ചാൽ മനസ്സിലായില്ല. എന്താണ് ഈ ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയോടോ അവിശ്വസ്തത കാണിച്ചേച്ച് ഇസ്രായേൽ ജനത്തിന്റെ രീതിക്ക് അനുസരിച്ചാണ് ഇവിടെ പ്രവാചകൻ എഴുതിയിരിക്കുന്നത്. അവരവരുടെ പ്രാർത്ഥന അവർ കരഞ്ഞും വിലപിച്ചും യാഗപീഠത്തെ കണ്ണുനീര് കൊണ്ട് മൂടുന്നു. എന്നിട്ട് വഴിപാടുകൾ കൊടുക്കുന്നു, ഒരുപാട് വഴിപാടുകളൊക്കെ കൊടുക്കുന്നു. എന്നിട്ടും ഒന്നും നടക്കാത്ത വരുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം. അപ്പൊ അതിന് ഉത്തരവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ മനസ്സിലായത്? അതിന് ഉത്തരവായിട്ട് അത് പറഞ്ഞിരിക്കുന്നത് എന്ത് മനസ്സിലായി? ജീവിത പങ്കാളിയോട് അവിശ്വസ്തത കാണിച്ച് ദൈവകുമാരി എന്ന് എത്ര അലമുറയിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചാലും പ്രയോജനമില്ല. ദൈവം അത് കേൾക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല. ജീവിത പങ്കാളിയോട് അവിശ്വസ്തത കാണിച്ചത്. അപ്പോൾ അതിന്റെ ജീവിത പങ്കാളിയോട് അവിശ്വസ്തത പ്രത്യേകിച്ച് പുരുഷന്മാരോട്, ഇവിടെ പുരുഷന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ജീവിത പങ്കാളിയോടെന്നുള്ള രണ്ട് രീതിയിലും അവിശ്വസ്തത ഉണ്ടാവും. എന്നാൽ പുരുഷന്മാരോടായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിന്റെ യൗവനത്തിലെ ഭാര്യ അല്ലെങ്കിൽ വിവാഹമുള്ള ഭാര്യയായി പുരുഷന്മാർക്കാണ് കൂടുതൽ അത് പരീക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് ഈ ഇത്തരത്തിലുള്ള ആകർഷണത്തിൽ മറ്റും പോകുന്നത് ഇന്ന് നമ്മൾ ലോകത്തിലാണ് നോക്കിയാൽ എപ്പോഴും കാണാം അത്. എന്നാൽ ദൈവമക്കളുടെ ഇടയിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാനേ പാടില്ല. എന്താണ് നമ്മൾ പറയുന്നത്? ഒരു സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നവൻ, എന്താണ് പുതിയ ദൈവത്തിന്റെ കൽപ്പന? എന്താണ്? സ്ത്രീയെ മോഹത്തോടുകൂടി നോക്കുമ്പോൾ അത് വ്യഭിചാരമാണ്, വ്യഭിചാരമായിട്ടാണ് കാണുന്നത്. അപ്പം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു വിവാഹിതനായ പുരുഷനെ സംബന്ധിച്ചോളം അവന്റെ കണ്ണിൽ അവന്റെ ജീവിത പങ്കാളി അല്ലാതെ വേറെ ആരും സൗന്ദര്യവതിയായി കാണാൻ പാടില്ല. ഒരു സൗന്ദര്യം അവനെ ആകർഷിക്കാൻ പാടില്ല. ലോകത്തിലുള്ള ഒരു സ്ത്രീയുടെ സൗന്ദര്യവും അവന്റെ ജീവിത പങ്കാളിയേക്കാൾ അധികം ആകർഷിക്കത്തക്കതായി തീരാൻ പാടില്ല എന്നുള്ളതാണ് ദൈവമക്കൾക്കുള്ള കൽപ്പനയാണത്. ദൈവമക്കൾക്കുള്ള കൽപ്പനയാണ്. അവന്റെ ജീവിതത്തിൽ അത് അങ്ങനെ ഒരു കുത്തഴിഞ്ഞ ജീവിതമാകാൻ പാടില്ല. അങ്ങനെ ഒരു കുഴപ്പമില്ല. അതൊക്കെ അവിശ്വസതയൊന്നുമില്ല ഇങ്ങനെ. പക്ഷെ ഞാൻ എൻ്റെ കണ്ണ് ആസ്വദിക്കുന്ന പോലെ ആസ്വദിക്കുമെന്ന് പറയുന്ന സ്വഭാവമാണോ? അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനിങ്ങനെ എൻ്റെ ഒരു രീതി അതാണ്. ഞാനിങ്ങനെ പലരുമായിട്ട് ഇടപെടും. പല സ്ത്രീകളുമായിട്ട് ഇടപെടുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. പല സ്ത്രീകളുമായിട്ട് ഇടപെടും. വളരെ 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 എന്താണ് വളരെ അതിന് ഗൗരവമില്ലാതെ, സീരിയസ് അല്ലാതെ, ഒരു ദൈവഭക്തന്മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. വിശ്വാസികളായിട്ടുള്ളവർ അവർ പോലും സ്ത്രീകളുമായിട്ട് ഇടപെടുമ്പോൾ വേണ്ട ഗൗരവമില്ലാതെ വളരെ ലാഘവത്തോടെ, ഒട്ടും ഇങ്ങനെയുള്ള കൽപ്പനകളൊന്നും വേണ്ട സീരിയസ് ആയിട്ട് മനസ്സിലാക്കാതെ പോലെ ഇടപഴകുന്നത് അപകടകരമാണ്. നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, ഞാൻ മനസ്സിൽ വളരെ ബലമുള്ളവരാണെന്നൊക്കെ വിചാരിച്ചോളൂ. പക്ഷെ അങ്ങനെയല്ല. മനസ്സ് ബലമുണ്ടെന്നൊന്നും വിചാരിച്ചോണ്ടല്ല, ഇടപെടുമ്പോൾ തന്നെ സൂക്ഷിക്കണം. നമ്മുടെ കണ്ണ് മറ്റൊരാളെ ആകർഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഗൗരവം കൊണ്ടാണ് പുരുഷന്മാരോടാണ് ഞാൻ പറയുന്നത്. അത് ജീവിത പങ്കാളിയോടുള്ള ബന്ധത്തിൽ സ്ത്രീകൾക്കും അതെടുക്കാം. പക്ഷെ പുരുഷന്മാരോടായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ കാണണം. തെസ്സലോനിക്ക ലേഖനത്തിൽ ഒരു വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക 4:3 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് ഉപേക്ഷിക്കണം. നിങ്ങളിൽ ഓരോരുത്തരും ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത അന്യജാതിക്കാരെ പോലെ കാമാസക്തിയിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളണം. ഇവിടെ താന്താന്റെ പാത്രത്തെ എന്നുള്ളത് താന്താന്റെ ഭാര്യ എന്ന് ചില ട്രാൻസ്ലേഷനിലുണ്ട്. ഇംഗ്ലീഷിൽ അങ്ങനെ വല്ലതും ആണോ? വെസൽ, ഇറ്റ്സ് ഓൺ വെസൽ. പക്ഷെ എവിടെയോ ഞാൻ ഇങ്ങനെ ബ്രാക്കറ്റിൽ താന്താന്റെ ഭാര്യ എന്നുള്ള അർത്ഥത്തിൽ താന്താന്റെ ഭാര്യയെ നേടിക്കൊള്ളണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. എന്താണ്? ഓരോരുത്തരും എങ്ങനെയാണ് നടക്കേണ്ടത്? ഇത് ആരോടാ? വിശ്വാസികൾക്കുള്ള കൽപ്പനയാണിത്. ദുർനടപ്പ് ഉപേക്ഷിച്ച് നിങ്ങൾ ഓരോരുത്തരും അന്യജാതിക്കാരെ പോലെ, വിജാതിയരെ പോലെ കാമാസക്തിയിലല്ല, വിശുദ്ധിയിലും മാനത്തിലും താന്താന്റെ ഭാര്യയെ നേടിക്കൊള്ളണം. ഇതാണ് ദൈവമക്കൾക്കുള്ള കൽപ്പന എന്ന് ഓർക്കണം. ഇവിടെ അതുകൊണ്ട് വേറൊരു പ്രയോഗം കൂടി ഇവിടെ കാണുന്നുണ്ട്. എന്താണ്? നിന്റെ യൗവനത്തിലെ ഭാര്യ എന്നുള്ള പ്രയോഗം. അതിന്റെ അർത്ഥം എന്താ? നിന്റെ യൗവനത്തിലെ ഭാര്യ എന്നത് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താ? ആർക്കെങ്കിലും മനസ്സിലായോ? സന്ദീപിനറിയാം.
എന്താണ് അതിന്റെ അർത്ഥം? യൗവനത്തിലെ ഭാര്യ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ പ്രയോഗം എന്താ? ആ? വിവാഹം ചെയ്ത ഭാര്യ എന്നല്ല, ഉടമ്പടിയുടെ ഭാര്യ എന്ന് പറയുന്നത് യൗവനത്തിലെ ഭാര്യ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. യൗവനത്തിലെ ഭാര്യ എന്ന് പറഞ്ഞാൽ യൗവനത്തിലെ ഭാര്യ എങ്ങനെ ഇരുന്നു? ആ അത് തന്നെ, എങ്ങനെയായിരുന്നു? ആ സൗന്ദര്യവും സുന്ദരിയായിരുന്നു എന്ന് പറയുന്ന മനോഭാവവും ഇപ്പോഴും ഉണ്ടാകണം. അത് തന്നെയാണ്, അതാണ് അതിന്റെ അർത്ഥം. ഇപ്പോഴും ഉണ്ടാകണം. ഇപ്പോഴും ജീവിത പങ്കാളിയെ കാണുമ്പോൾ വിവാഹത്തിന്റെ നാളിൽ നിന്റെ യൗവനത്തിലെ ഭാര്യ എന്ന് പറയുമ്പോൾ ആ യൗവനത്തിൽ നിന്റെ ഭാര്യയായി തീരുന്ന അതേ സൗന്ദര്യത്തോടുകൂടി നിന്റെ ജീവിത പങ്കാളിയെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ദൈവാത്മാവ് ചോദിക്കുന്നത്. അത് അതുപോലെ തന്നെ തിരിച്ച് ഭാര്യമാരും ഭർത്താക്കന്മാരെ അതുപോലെ തന്നെ കാണണം, യൗവനത്തിലെ ഭർത്താവിനെ പോലെ. അത് ഭാര്യമാർക്ക് മാത്രമേ ഉള്ളതെന്ന് വിചാരിക്കരുത്, ഭർത്താക്കന്മാരോടും അല്ല, ഭാര്യമാരും അങ്ങനെ തന്നെ ചിന്തിക്കണം, യൗവനത്തിലെ ഭർത്താവ് എന്നുള്ള രീതിയിൽ. എന്നാൽ പരസ്പരമുള്ള ജീവിത പങ്കാളികളെ കാണുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, അത് സന്ദീപ് പറഞ്ഞു നേരത്തെ. വേറൊരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. എന്താണ്? അങ്ങനെ ദൈവഭക്തന്മാരായ ദമ്പതികൾക്കാണ് ദൈവഹിത പ്രകാരമുള്ള മക്കൾ ഉണ്ടാകുന്നതെന്നും കൂടെ അവിടെ പറയുന്നുണ്ട്. ദൈവം അത് അതൊരു ഒരു അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ. ഈ ജനത്തോട് പറഞ്ഞ പ്രവാചകന്റെ ആ മുന്നറിയിപ്പുകൾ, അവിശ്വസ്തതയെക്കുറിച്ച്, സഹോദരന്മാരോടുള്ള അവിശ്വസ്തത, ദൈവത്തോടുള്ള അവിശ്വസ്തത, ജീവിത പങ്കാളിയോടുള്ള അവിശ്വസ്തത അവരെ ന്യായവിധിയിലേക്ക് കൊണ്ടുപോയെങ്കിൽ, അതിന്റെ പുതിയ നിയമത്തിന്റെ ആത്മാവിൽ, പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ നമ്മളോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടായിട്ട്, മുന്നറിയിപ്പായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്നെങ്കിൽ നമ്മൾ ആ രീതിയിൽ പരിശോധിക്കണം. നമ്മൾ ഇന്ന് കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ചിന്തിച്ചതുപോലെ, അല്ലെങ്കിൽ ഈ പുതിയ നിയമത്തിന്റെ ആത്മാവിൽ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഏകാഗ്രത എന്താണ്, നമ്മുടെ സമർപ്പണം എന്താണ്, നമ്മൾ പരസ്പരമുള്ള സഹോദര ബന്ധത്തിൽ എന്തെങ്ങനെയാണ്, നമ്മൾ കർത്തവ്യ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് ആ രണ്ട് കാര്യങ്ങളുടെ ഉടമ്പടിയെ നമ്മൾ ലംഘിക്കുന്നുണ്ടോ എന്നുള്ളത് ഇന്ന് പരിശോധിക്കണം. പാൽക്കാലം ദൈവത്തോടുള്ള ബന്ധത്തിലും സഹോദരന്മാരോടുള്ള ബന്ധത്തിലും നമ്മുടെ കൂട്ടുസഹോദരങ്ങളോടുള്ള ബന്ധത്തിലും ആ ഉടമ്പടിയെ നമ്മൾ ലംഘിക്കുന്നുണ്ടോ? എങ്ങനെയായിരിക്കണം? വിശ്വസ്തരാണോ അവിശ്വസ്തരാണോ? നമ്മൾ അവരോടുള്ള മനോഭാവം എന്താണ്? ദൈവത്തോടുള്ള മനോഭാവം അതെങ്ങനെയാണ്? ദൈവത്തോടുള്ള സ്നേഹത്തിൽ എനിക്ക് വേറെ ഒന്നുമില്ല അതിന് മുമ്പിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ വലുതായി എനിക്ക് ഒന്നുമില്ല. എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ സമർപ്പണവും ഏകാഗ്രതയും അല്ലാതെ, ഭക്തിയും അല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ ഉറപ്പായിട്ടുണ്ടോ? ഇതൊന്ന് ഉറപ്പാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇതിൽ പങ്കെടുക്കാൻ. നമ്മളിത് പങ്കെടുക്കുമ്പോൾ പ്രഖ്യാപിക്കുന്ന അതാണ്. അത് പ്രഖ്യാപിച്ചതിന് ശേഷം പോയി വേറെ രീതിയിൽ ജീവിച്ചാൽ നമ്മൾ ലംഘനം നടത്തിയാണ്. അത് ഗുരുതരമായ ശിക്ഷാവിധിക്ക് യോഗ്യമാക്കും. ഗുരുതരമായ വീഴ്ചയാണ്. അത് ഗുരുതരമായ ശിക്ഷാവിധിക്ക് യോഗ്യരാകുന്നത് മാത്രമല്ല, നമ്മൾ നിത്യമായി നഷ്ടപ്പെട്ടു പോകും. അതുണ്ടാകാതിരിക്കാൻ നമുക്കൊരു പരിശോധന നടത്താം. ജീവിത പങ്കാളികളുള്ള അവിശ്വസ്തത അവിടെ ഒരു ലംഘനമാണ്, അവിടെ ഒരു ഉടമ്പടിയുണ്ട്. അത് നമ്മളിൽ പലരും ഈ ഉടമ്പടിവാദം ചൊല്ലാതെ കല്യാണം കഴിച്ചവരായതുകൊണ്ട് പക്ഷെ നമ്മളെ മനസ്സുകൊണ്ട് ഞാൻ ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പണ്ട് ഒരിക്കലും അത് ഒരിക്കലെങ്ങാണ്ട് നമ്മൾ കുറേ വർഷം മുമ്പ് ആലപ്പുഴ നമ്മൾ ഒരിക്കലും അത് പഴയ ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് ചൊല്ലാമെന്ന് പറഞ്ഞു. അല്ലേ സിസ്റ്റർ ഓർക്കുന്നുണ്ട്? നമ്മൾ പണ്ട് ഒരിക്കലും അത് നമ്മളത് ചൊല്ലാമെന്ന് അങ്ങനെ പറയുകയായിട്ട് ചെയ്തു, അല്ലേ? കാര്യം ഞങ്ങൾ ഭൂരിപക്ഷം നമ്മൾ ഭൂരിപക്ഷം പേരും ഈ ഉടമ്പടി വാചകം ചൊല്ലി കല്യാണം കഴിക്കാത്തവരായതുകൊണ്ട് ഇതിന്റെ ഒരു അർത്ഥം അറിയാതെ നമ്മൾ മറ്റുള്ളവരുടെ കല്യാണത്തിന് കൂടുമ്പോൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതല്ലാതെ നമ്മൾ ചൊല്ലിയിട്ടില്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് ചൊല്ലാം എന്ന് ഒരിക്കൽ പറഞ്ഞതുപോലെ എൻ്റെ ഒരു ഓർമ്മ ആണോ? പറഞ്ഞു നമ്മൾ അങ്ങനെ ചൊല്ലിയോന്ന് എനിക്ക് തോന്നുന്നില്ല. ചൊല്ലിയില്ല. അന്ന് ഇനിയും ചൊല്ലാം ഒരു ദിവസം. നമുക്ക് അതിങ്ങനെ ഒരു ദിവസം അങ്ങനെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും മുമ്പോട്ട് വന്ന് നമുക്കൊന്ന് ഉടമ്പടി വാചകം ചൊല്ലാം. അയ്യോ അത് നിങ്ങളിവിടെ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ചൊല്ലാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചൊല്ലണമെന്ന് വേണോ എന്നാരെങ്കിലും മനസ്സിൽ പറഞ്ഞോ? ഇപ്പം അയ്യോ അത് വേണോ? അതങ്ങനെ അങ്ങ് ഇരുന്നോട്ടെ. അസംഷനായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നങ്ങ് വിചാരിച്ചങ്ങ് ഇരുന്നാൽ മതി. ചൊല്ലാനൊന്നും മേല, ഇനിയും ചൊല്ലാനൊന്നും മേല എന്ന് പ്രിയമുള്ളവരെ നമുക്ക് ദിവസം സത്യസന്ധത ശോധന ചെയ്യാം, പരിശോധിക്കാം. നമ്മുടെ മനോഭാവം എന്താണ്, നമ്മൾ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് പരിശോധിക്കാം. കർത്തവ്യ ശുശ്രൂഷയിൽ ഏറ്റവും യോഗ്യമായി പങ്കെടുക്കുവാൻ തക്കവണ്ണം ഇസ്രായേൽ ജനത്തോടുള്ള പ്രവാചകന്റെ മുന്നറിയിപ്പ് നമുക്കുള്ള മുന്നറിയിപ്പായിട്ട് ഏറ്റെടുത്തുകൊണ്ട് പുതിയ നിയമ ഇസ്രായേൽ എന്നുള്ള ബോധത്തോടെ
പുതിയ നിയമത്തിലെ ആത്മാവിൽ ഈ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ, ജീവിത പങ്കാളികളോടുള്ള ബന്ധത്തിലൊക്കെ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട്, തിരിച്ചറിഞ്ഞുകൊണ്ട്, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിരാശപ്പെടാനല്ല ഇന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു, അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെട്ടുകൊണ്ട് യോഗ്യതയോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ദൈവാത്മാവ് നമ്മളെ സഹായിക്കും.